ഇന്ന് രാവിലെ അന്തരിച്ച ശ്രീനിവാസന്റെ മൃതദേഹം എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വച്ചിരിക്കുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് മൃതദേഹം ടൗൺ ഹാളിലേക്ക് എത്തിച്ചത്. 3 മണിവരെയാണ് ടൗൺ ഹാളിൽ മൃതദേഹം ഉണ്ടാവുക. ഒട്ടേറെ പേർ അദ്ദേഹത്തിനെ അവസാനമായി കാണാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് അടുപ്പമുള്ളവർ, അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചവർ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരായ ആളുകൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. എസ് വിജയകുമാർ വിശദാംശങ്ങളുമായി. വിജയകുമാർ, അല്പസമയം മുൻപ് മുഖ്യമന്ത്രി എത്തി. അങ്ങനെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ എത്തുകയാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുണ്ട്, കുടുംബാംഗങ്ങളുണ്ട്. വിശദാംശങ്ങൾ എങ്ങനെയാണ്? അനുജ, സമയക്രമങ്ങളിൽ ചെറിയ മാറ്റമുണ്ട്. 4 മണിവരെയാണ് ഇവിടെ പൊതുദർശനം. 3 മണിവരെയാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. അത് 1 മണിക്കൂർ കൂടി നീട്ടിയിട്ടുണ്ട്. 4 മണിവരെയാണ് ടൗൺ ഹാളിൽ പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷമാണ് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോകുന്നത്. നാളെ സംസ്കാര ചടങ്ങ് 10 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. അതിൽ മാറ്റമില്ല. പക്ഷേ ടൗൺ ഹാളിൽ 4 മണിവരെ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് ശ്രീനിവാസനെ അവസാനമായി കാണുന്നതിന് അവസരമൊരുക്കും. നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണാം. നമ്മുടെ ടൗൺ ഹാളിൻ്റെ പ്രധാന കവാടം കടന്ന് എത്രയോ ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ അവസാനമായി ശ്രീനിവാസനെ കാണുന്നതിന് അവസരം ഒരുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 4 മണിവരെ ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളുടെ ഈ പറയുന്ന തിരക്ക്, എനിക്ക് തോന്നുന്നു ആ ക്യൂ ഒരുപക്ഷെ പ്രധാനപ്പെട്ട റോഡ്, മെയിൻ റോഡിൻ്റെ അപ്പുറത്തേക്ക് നീണ്ടിട്ടുണ്ട്. ധാരാളം ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞു ഈ മൃതദേഹം ഇവിടെ പൊതുദർശനത്തിന് വെച്ചിട്ട്. ഒരു സമയത്ത് പോലും ഇവിടെ ഒഴിഞ്ഞ സമയമുണ്ടായിരുന്നില്ല. ഈ ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഈ വേദി ചുറ്റിയാണ് ആളുകൾക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ ക്രമീകരണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ വഴിയിലൂടെ കയറുകയും അപ്പുറത്തൂടെ ഇറങ്ങിപ്പോവുകയും ചെയ്യുക എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ചലച്ചിത്ര പ്രവർത്തകരുടെ വലിയൊരു പങ്കും ഇവിടേക്ക് ഇതിനോടകം എത്തിയിട്ടുണ്ട്. മോഹൻലാലാണ് ഇനി എത്തുമെന്ന് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇവിടേക്കാണോ വരുന്നത്, ടൗൺ ഹാളിലേക്കാണോ വരുന്നത്, അതോ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്കാണോ, ഉദയംപേരൂരിലെ വീട്ടിലേക്കാണോ വരുന്നത് എന്നതിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ഇവിടേക്ക് വന്നേക്കും എന്നും അറിയുന്നുണ്ട്. ബാക്കി പ്രധാനപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരൊക്കെ വീട്ടിലും ഇവിടെ ടൗൺ ഹാളിലുമൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ച് കടന്നു പോയിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ ഇവിടെ എത്തിയിരുന്നു. മമ്മൂട്ടി വസതിയിൽ എത്തിയിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ ചലച്ചിത്ര പ്രവർത്തകർ വീട്ടിലും ഇവിടെയും ഒക്കെ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട്. സത്യൻ അന്തിക്കാട് ഉൾപ്പെടെയുള്ളവർ ഇവിടെയും ഒക്കെ എത്തിയിട്ടുണ്ട്, അനുഗമിക്കുന്നുണ്ട്. ഒരു അതിവൈകാരിക ഒരു മുഹൂർത്തം എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തെ വിശേഷിപ്പിക്കാം. കാരണം ശ്രീനിവാസൻ, അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴും അദ്ദേഹം ഇത്ര വേഗത്തിൽ നമ്മളുടെ കൂടെ നിന്ന് മടങ്ങും എന്ന് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവരാരും കരുതിയിരുന്നില്ല. ഈ ദിവസങ്ങളിലൊക്കെ ശ്രീനിവാസനുമായി സംസാരിച്ചവരും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ വിളിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ അന്വേഷിച്ചവരുമൊക്കെ ഉണ്ടായിരുന്നു. നിരവധി പേരുണ്ടായിരുന്നു. സത്യൻ അന്തിക്കാട് പറഞ്ഞതുപോലെ 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കൽ സത്യൻ അന്തിക്കാട് അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുമായിരുന്നു, വീട്ടിലേക്ക് പോകുമായിരുന്നു. അവിടെ നിന്ന് ഒരു ദിവസമൊക്കെ മുഴുവൻ സമയവും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ആ നിലയിൽ സത്യൻ അന്തിക്കാടും ശ്രീനിവാസനും എന്നത് സിനിമയ്ക്ക് പുറത്തും വലിയ അങ്ങേയറ്റം ഊഷ്മളമായ ബന്ധം, സൗഹൃദം കാത്തു സൂക്ഷിച്ചവരാണ്. അതുകൊണ്ടാണ് സംസാരിക്കുമ്പോൾ എന്തെങ്കിലുമൊന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ കഴിയാത്ത തരത്തിൽ അവരുടെ ശബ്ദമിടറുന്നത്. അതുകൊണ്ടാണ് ഈ മലയാള സിനിമയുടെ കഴിഞ്ഞ ഏതാണ്ട് ഒരു 5 പതിറ്റാണ്ടായി മലയാള സിനിമയുടെ ഒരു ഭാഗമാണ്. അതുതന്നെയാണ് ശ്രീനിവാസൻ്റെ ജീവിതം. അവസാന ശ്വാസം വരെ സിനിമയുമായി ബന്ധപ്പെട്ട് കർമ്മനിരതമായിരുന്നു ശ്രീനിവാസൻ്റെ ജീവിതവുമെന്ന് നമുക്കറിയാം. അങ്ങനെ ആ നിലയിൽ മലയാള സിനിമയുടെ ഭാഗമാവുകയും അവസാന ശ്വാസം വരെ സിനിമയ്ക്ക് വേണ്ടി സംസാരിക്കുകയും കർമ്മനിരതമാവുകയും ചെയ്ത ഒരു സിനിമാ ജീവിതത്തിനുടമയായിരുന്നു ശ്രീനിവാസൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്താണ് ബാക്കി വയ്ക്കുന്നതെന്ന ചോദ്യത്തിന് നമ്മൾ ഈ കാണുന്ന ടൗൺ ഹാളിലേക്ക് എത്തുന്ന ആയിരക്കണക്കിന്, 10,000-കണക്കിന് ആളുകളാണ്. അദ്ദേഹത്തെ സ്നേഹിച്ചവർ ആണ് അതിന് മറുപടി പറയുന്നത്. അവരുടെ മുഖഭാവങ്ങളിലും കണ്ണുകളിലുമാണ് അതിനുള്ള മറുപടി ഉള്ളത്. ഈ കാണുന്ന ജനക്കൂട്ടമാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത്. ശ്രീനിവാസൻ പറഞ്ഞ കഥകളും ചെയ്ത സിനിമകളുമൊക്കെ അത് അങ്ങേയറ്റം ഇടത്തരക്കാരായ, മധ്യവർത്തികളായ, സാധാരണക്കാരായ തൊഴിലാളികളുടെയും ഒക്കെ കഥകൾ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഒരു കസേരയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന തരത്തിൽ കഥാപാത്രങ്ങളോട് മലയാളി ഇഴുകിച്ചേർന്ന ബന്ധം. ശ്രീനിവാസൻ സിനിമകളുടെ കഥാപാത്രങ്ങളുമായി മലയാളി ആ നിലയിൽ താതാത്മ്യം പ്രാപിച്ചവരാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ അവരിൽ ഒരാളായി മാറിയത്. തൊഴിലില്ലായ്മ രൂക്ഷമായ കാലത്ത് അതിനെപ്പറ്റി സിനിമ ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ അത് ഓരോ മലയാളിയുടെയും കഥയായി മാറുകയായിരുന്നു.
എന്തെങ്കിലും ബിസിനസ് ജോലികളുമൊക്കെയായി അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സംരംഭകരായി ഇറങ്ങിത്തിരിച്ചവരുടെ കഥ പറഞ്ഞ് എത്രയോ സിനിമകളിൽ അതിലെ കഥാപാത്രങ്ങളെ അതിൻ്റെ കഥകളെ ശ്രീനിവാസൻ അനശ്വരമാക്കിയിട്ടുണ്ട്. കാലഘട്ടം എന്തൊക്കെയായിരുന്നു എന്നത് വലിയ രാഷ്ട്രീയ സിനിമകളൊക്കെ തന്നെയായിരുന്നു അദ്ദേഹം അഭിനയിക്കുകയും അദ്ദേഹം എഴുതുകയും ഒക്കെ ചെയ്തു. അതിൽ പലതിലും അരാഷ്ട്രീയത ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ വിമർശിക്കുമ്പോഴും അദ്ദേഹം ആ വിമർശനങ്ങളെ നിറഞ്ഞ ചിരിയോടെ സ്വീകരിക്കുകയും ആ ചോദ്യങ്ങൾക്ക് എല്ലാ വേദിയിലും അദ്ദേഹം ഉത്തരം പറയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ സന്ദേശം പോലെയൊക്കെയുള്ള സിനിമകൾ ഈ 3 പതിറ്റാണ്ടാകുമ്പോഴും നമ്മളുടെ ജീവിതത്തിൻ്റെ ഭാഗമാകുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും സന്ദേശത്തിൻ്റെ ഡയലോഗുകളില്ലാത്ത ട്രോളുകൾ നമ്മൾ കണ്ടിട്ടില്ല. അത് ഒരു അരാഷ്ട്രീയ സിനിമയാണ് എന്ന് പറയുന്നവർ തന്നെ ആ സിനിമയിലെ ഡയലോഗുകളും ആ സിനിമയിലെ ദൃശ്യങ്ങളുമൊക്കെ ഉൾപ്പെടുത്തിയ ട്രോളുകൾ ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും കാണുകയും അതിനെപ്പറ്റി പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും കണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിൽ മലയാള സിനിമയുടെ എക്കാലത്തെയും ഭാഗമായി മാറിയ ഏതെങ്കിലും തരത്തിൽ അതിൽ നിന്ന് വിഭിന്നമായ ഒരു ജീവിതം ശ്രീനിവാസൻ എന്ന ചലച്ചിത്ര പ്രവർത്തകന് ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം. അത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.